നാസർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1, 2, 3 അപ്ഡേഷൻസ് വരാനുണ്ട്. അപ്പോൾ അതിലെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇനി മുതൽ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളിൽ എത്ര തന്നെയാണെങ്കിലും, അതായത് കൂടിയാലും കുറഞ്ഞാലും ഒരു കൃത്യമായ പ്രോഫിറ്റ് പുതിയ വരുന്ന അല്ലെങ്കിൽ ആളുകൾക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, ഫേസ് 4 ആണെങ്കിലും ഫേസ് 2ലേക്ക് വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഒരു കൃത്യമായ പ്രോഫിറ്റിംഗ് മന്ത്ലി ഒരു പ്രോഫിറ്റഡ് എമൗണ്ട്, അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. പ്രോഫിറ്റഡ് എമൗണ്ട് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ദോഷം വരാത്ത രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത സൂമിറ്റ് അത് കൃത്യമായ ഒരു കാൽക്കുലേഷൻസ് ഒന്ന് കൺഫേം ആകാനും അതിന് കൃത്യമായ കൺഫർമേഷൻസ് ഒക്കെ എല്ലായിടത്തും എടുക്കാനും ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻസ് വരുത്തേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് കൃത്യമായ ഒരു കണക്ക് നിങ്ങളോട് പറയാത്തത്. എങ്കിലും പുതിയ ജോയിനികൾക്ക് അല്ലെങ്കിൽ ഫേസ് 4 ഫേസ് 2ലേക്ക് വരുന്നവർക്കൊക്കെയും ഒരു കൃത്യം നിശ്ചിത എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ROI അല്ലെങ്കിൽ അതുപോലത്തെ പ്രോഫിറ്റബിലിറ്റി, മന്ത്ലി ഉള്ള പ്രോഫിറ്റബിലിറ്റി കുറവാകുന്നു അല്ലെങ്കിൽ പ്രൈസ് കുറയും തോറും അവർക്ക് കുറവ് വരുന്നു എന്നുള്ളത്. അപ്പോൾ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം കൃത്യമായ ഒരു കണക്ക് കൃത്യമായി നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയുള്ള സൂം മീറ്റിൽ കൃത്യമായി നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും, വളരെ പോസിറ്റീവ് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഓൾറെഡി കഴിഞ്ഞതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 1 ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റി ഇതിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റി വരിക എന്ന് പറഞ്ഞാൽ നാളെ 1 ലക്ഷം പേര് ഒന്ന് കയറുക എന്നുള്ളതല്ല. അടുത്ത 3 മാസത്തിനുള്ളിൽ 1 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് വരുന്നതായിരിക്കും. അതിനുള്ള വ്യത്യാസങ്ങൾ പ്രകടമായി നിങ്ങൾക്ക് ചാർട്ടുകളിലാണെങ്കിലും ട്രേഡ് വോളിയങ്ങളിലൊക്കെ ആണെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി വന്നില്ല എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരുമെന്നുള്ളതല്ല, അതിന് പ്രകടമായൊരു വ്യത്യാസം കൃത്യമായി നിങ്ങൾക്ക് വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന ഈ വോളിയം 3 മാസം കൊണ്ടാണ് ഇവരിതിലേക്ക് കയറി വരിക, ഇതിനകത്തുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്പോഴേക്കും അതിനുള്ള ഒരു നല്ല രീതിയിലേക്ക് നമ്മുടെ പ്രൈസിങ്ങിനെ കൊണ്ടുവരാനുള്ള ഒരു ഫോർമുല അടക്കം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴും അപ്പെക്സ് ടോക്കണിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്രിപ്റ്റോ പ്രോജക്റ്റിനെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പെക്സ് ടോക്കണിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അപ്പെക്സിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പെക്സ് ടോക്കണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ആ പ്രോജക്റ്റിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്പെക്സ് എന്ന് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പേരുകളുണ്ടാവും. അപ്പോൾ മറ്റ് പ്രൊജക്റ്റുകൾ വന്ന് നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രോജക്റ്റാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റാണോ, നമ്മൾ വേറെ സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പെക്സിൻ്റെ ഒരേ ഒരു പ്രോജക്റ്റ് അപ്പെക്സ് ടോക്കൺ ആണ്. ബാക്കി ഇനി വരുന്ന പ്രോജക്റ്റുകളിലാണെങ്കിലും അപ്പെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ അപ്പെക്സ് എന്നുള്ള പേരെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇത്തരം കൺഫ്യൂഷൻസുകളിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വരികയാണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൃത്യമായ ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ആർക്കും ഓപ്പൺ ചെയ്ത് നോക്കിയാലും അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു പാനൽ കൃത്യമായ ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതിനകത്തും കൃത്യമായി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് പ്രൈസിങ്ങിൽ വരാവുന്ന ചേഞ്ചുകൾ വരുന്നതായിരിക്കും. അടുത്ത സൂം മീറ്റിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു കണക്കടക്കം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കപ്പെടാവുന്ന രീതിയിൽ ഒരു കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റബിലിറ്റി എല്ലാവരിലേക്കും ഷെയർ ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ള, അല്ലെങ്കിൽ പുതിയ എൻട്രികൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സൂമിൽ തരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മീറ്റിങ്ങിൽ കയറിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകളും മാർക്കറ്റിൽ ഇന്ന് പറയുന്നു അപ്പെക്സിൻ്റെ ആണെന്ന് പറയപ്പെടുന്നു, അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു, അപ്പെക്സിൻ്റെ തന്നെ വേറെ പ്രോജക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ പ്രത്യേകം എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പെക്സിൻ്റെ പ്രോജക്റ്റ് അപ്പെക്സ് ടോക്കൺ മാത്രമാണ്. അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും കൃത്യമായി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് സൈറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകും. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾക്ക് പ്രൈസിങ്ങിലാണെങ്കിലും മാർക്കറ്റിലെ റേറ്റ് ആണെങ്കിലും എല്ലാത്തിലും വരാൻ പോകുന്ന മാറ്റങ്ങൾ വരും കാലങ്ങളിൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ ഇതിലുണ്ടാവും. മാർക്കറ്റിലുള്ള
ടോട്ടൽ സപ്ലൈയിൽ ഒരു കുറച്ചുകൂടെ കൺട്രോൾ കമ്പനിക്ക് വരുന്ന ഒരു ടൈം വരെ ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയുന്നു 4 to 6 മാസം കൊണ്ട് നമ്മുടെ ലിസ്റ്റിംഗ് പ്രൈസിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു ഫോർമുല നമുക്ക് അടുത്ത സൂം മീറ്റിൽ, അതായത് 7 ദിവസത്തിനുള്ളിൽ തന്നെ ആ സൂം മീറ്റിൽ കൃത്യമായി നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സാർ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മൾക്ക് നമ്മുടെ പ്രൈസിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, നമ്പർ 1 പറഞ്ഞ് പ്രൈസിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നല്ല കമ്മ്യൂണിറ്റിയാണ്, ഒരിക്കലും ഒരു മോശമല്ല, വളരെ വളരെ നല്ലവർ തന്നെയാണ്. കാരണം ചില ആൾക്കാർ ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ പ്രൈസായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഈ പ്രൈസ് അങ്ങ് കയറി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ തീരുന്നുണ്ട് എല്ലാവരും. അപ്പൊ പ്രൈസ് കയറാൻ തുടങ്ങും. എന്താണെങ്കിലും ഒരു 3-4 മാസമായിട്ട് പ്രൈസ് ഇടിഞ്ഞ് പ്രൈസാണ്, അത് തിരിച്ചു കയറുന്ന അധികം സമയമില്ല, അത് തിരിച്ചു കയറിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും 1 വീക്കിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് എനർജി ഉണ്ടാവും. ഒന്ന്, നമ്പർ 1 പ്രൈസിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റില്, ഡെയിലി തരുന്ന പ്രോഫിറ്റില് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് റേറ്റ് കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾക്ക് സ്റ്റേബിൾ ആയി കിട്ടും. അപ്പൊ ആരും